Hi my dear students, I am Mahima teacher. Welcome to Mahima teacher physics classroom in Spec Nurturing. അപ്പോൾ ഞാൻ ഇന്ന് 12th സ്റ്റാൻഡേർഡിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല കുട്ടികളായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ്. ഇപ്പോൾ ഫിസിക്സ് അത്ര ടഫ് സബ്ജക്റ്റ് ആയിട്ടൊന്നും നിങ്ങൾ കരുതണ്ട, നല്ല ഈസി ആയിട്ട് നിങ്ങൾ ഇതിനെ ഡീൽ ചെയ്യുക. പിന്നെ മാർക്ക് സ്കോറിങ്ങിന് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കരുത്. ഫസ്റ്റ് ലവ് ദിസ് സബ്ജക്റ്റ്, അതിന് ശേഷം പഠിക്കാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ നോക്കിയേ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്രയും ടോപ്പിക്സ് ആണ്. നോക്കിയേ, ഇലക്ട്രിക് ചാർജ് എന്താണ്, കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ദെൻ സം പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സെക്ഷനിൽ അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ക്ലാസ് എൻഡിങ് വരെ കണ്ടുകൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ പ്രോബ്ലംസ് ഒക്കെ ലാസ്റ്റാണ് ഉള്ളത്, മനസ്സിലാവാതെ വരും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് കാണാതെ അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് പറയാം. അപ്പോൾ അതിന് മുൻപ് ഈ ഇലക്ട്രിക് ചാർജസ് എങ്ങനെ അത് നമ്മൾ കണ്ടുപിടിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അറിവ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യണം. എങ്ങനെയാണ്, അല്ലെങ്കിൽ നമ്മൾ ചില കുറുമ്പന്മാർ ക്ലാസ്സിലിരുന്നിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്താണ്, ഒരു സ്കെയിൽ എടുക്കുക, ടീച്ചറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയണ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ സ്കെയിൽ എടുക്കുക, തലയിൽ ഇങ്ങനെ ഇട്ട് റബ്ബ് ചെയ്യുക അല്ലേ, നമ്മൾ ഹെയറുമായിട്ട് റബ്ബ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഇരിക്കുന്ന കുട്ടിയുടെ ബുക്കിൻ്റെ പേപ്പറിലത്തെ ഒരു ഭാഗം കീറിയിട്ട് അതിങ്ങനെ എടുത്ത് അവിടെ വെച്ചിട്ട് അങ്ങനെ നോക്കുമ്പോൾ അത് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം ഇല്ല. അത് എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ ഇതിങ്ങനെ വണ്ടടിച്ച് നോക്കും, അവൻ ഏത് നേരം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കണോ അല്ലേ. അപ്പോൾ അത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ശരിക്കും പറഞ്ഞത് ഒരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം അന്ന് നമുക്കിതൊന്നും അറിയില്ല, ഇതെന്താ ഈ പേപ്പർ ഈ അല്ലെങ്കിൽ ഈ റബ്ബ് ചെയ്യാത്ത സമയത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ സ്കെയിലിൽ പേപ്പറൊന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല, അല്ലെങ്കിൽ സ്കെയിൽ വല്ല ഗമ്മ് തേക്കേണ്ടി വരും. ഇതിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ രസത്തിൽ അതിങ്ങനെ കുറച്ചൊരു ഡിസ്റ്റൻസിൽ വെച്ചാൽ തന്നെ അതിങ്ങനെ പെട്ടെന്ന് നല്ല രസത്തിൽ ഇങ്ങനെ വന്ന് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളിങ്ങനെ പറയണത് കേട്ടോ. അപ്പോൾ ഈ എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തുന്നത് എന്താണ്, ഇലക്ട്രിക് കറണ്ട് ആണ് അല്ലേ. കറണ്ടിൽ കൂടി ഇങ്ങനെ, കറണ്ട് എന്ന് പറയുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ കറണ്ട് ഉണ്ടാകുന്നു, അങ്ങനെയൊക്കെയാണ് അല്ലേ. അപ്പം നിങ്ങളൊന്നൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഞാനൊരു എക്സാമ്പിൾ പറയാണ്. നമ്മൾ വീടിൻ്റെ അടുത്തില്ല ഒരാളെന്ന് വേണ്ട ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ബൈക്കിൽ ഏത് നേരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി ഇങ്ങനെ എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയില്ല ആരാ ഇതെന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾക്ക് അതിൻ്റെ ബിഹേവിയർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിനെ സ്റ്റാറ്റിക് ആയിട്ട് റെസ്റ്റിലേക്ക് കിട്ടണം അല്ലെ. നമ്മൾ അതിനോട് വർത്താനം പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കിട്ടുള്ളൂ, ആ കുട്ടീനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചാർജ് എന്ന് എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ചാർജ് എന്ന് പറയുന്നതിൻ്റെ ബിഹേവിയർ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചാർജ് ഓടിക്കൊണ്ടിരിക്കുന്ന ചാർജിനെ നമുക്ക് അതിൻ്റെ പിന്നാലെ നടന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം നമുക്ക് റെസ്റ്റിലിരിക്കുന്ന ചാർജസിനെയാണ് ആവശ്യം. റെസ്റ്റിലിരിക്കണം. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ പറയുന്നതാണ് ആ ചാർജിനെ എന്താ വിളിക്കുക, സ്റ്റാറ്റിക് ചാർജ് എന്നാണ് പറയണത് അല്ലേ. അപ്പം റെസ്റ്റിലിരിക്കുന്ന ചാർജസിനെ കുറിച്ചിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ പ്രോപ്പർട്ടി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മളുടെ +2 സെക്ഷനിൽ ഫസ്റ്റ് വോള്യത്തിൽ ചാർജസ് ആദ്യം ഇരിക്കുന്നത് റെസ്റ്റ്. ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് ചാർജസ് അറ്റ് റെസ്റ്റ്, ആ റെസ്റ്റിലിരിക്കുന്ന ചാർജസിൻ്റെ ബിഹേവിയർ വെച്ചിട്ട് നമുക്കതിന് അങ്ങനെ ഇരുന്നാൽ മാത്രമേ അത് തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, റിപ്പൽഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, പൊട്ടൻഷ്യൽസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ചാർജസ് റെസ്റ്റിലിരിക്കുന്ന ഒരു കണ്ടീഷനുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളുടെ ഇത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്നുള്ള ചാപ്റ്റർ. അത് കഴിഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ചാർജ് പതുക്കെ മൂവ് ചെയ്യുന്നുണ്ട്, പിന്നെ ആക്സലറേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ചാർജിനെ കാണുന്നത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്, ചാർജസ് ഒരു സ്ഥലത്ത് അവിടെ ഇരിക്കുകയാണ്, അനങ്ങണില്ല. ആ ചാർജിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചാപ്റ്ററിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇലക്ട്രിക് ചാർജ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ എന്താ പറഞ്ഞത്, സ്റ്റാറ്റിക് ചാർജസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. സ്റ്റാറ്റിക് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചാർജസ് അറ്റ് റെസ്റ്റ് അല്ലേ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്റ്റാറ്റിക് ചാർജ് എന്ന് പറയുന്നത്.
അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ്, അല്ലേ, സ്റ്റഡി ഓഫ് ഫോഴ്സ്, ഫീൽഡ്സ്, പൊട്ടൻഷ്യൽസ് ദാറ്റ് ഈസ് അറൈസിങ് ഫ്രം ദ സ്റ്റാറ്റിക് ചാർജസ്. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അപ്പോൾ ആദ്യത്തെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് നമ്മളിപ്പോൾ ചാപ്റ്ററിൽ ഇങ്ങനെയാണ് ഇപ്പോൾ പിന്നീടുള്ള ബുക്കുകളിലൊക്കെ ഇങ്ങനെയാണ് വന്നിരുന്നത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നായിരുന്നു അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ചാർജസ്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുമ്പം ചാർജ് എന്താണ്, അല്ലേ? നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുക, ചാർജ് എന്താണെന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ നേരത്തെ ഒരു രസകരമായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ്, ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് പറഞ്ഞിരുന്നു. എന്താണ്? ഈ ഒരു പ്ലാസ്റ്റിക് സ്കെയില് റബ്ബ് ചെയ്യുവാണെങ്കിൽ ഹെയറിൽ, ഡ്രൈ ഹെയറിൽ റബ്ബ് ചെയ്യുവാണെങ്കിൽ ബിറ്റ്സ് ഓഫ് പേപ്പറിനെ അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ അതൊരു എക്സ്പെരിമെൻ്റ് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ അത് സംഭവിക്കുന്നത്? എന്തോ ഒരു കാര്യം, അത് നമ്മൾ സാധാരണ അത് റബ്ബ് ചെയ്തില്ലെങ്കിൽ അതിനെ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. അപ്പോൾ എന്തോ അവിടെ സംഭവിച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാണ്, അല്ലേ? അപ്പോൾ അതെന്തായിരിക്കണം? റോഡും സിൽക്കും വെച്ച് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ 2 ഗ്ലാസ് റോഡ് എടുക്കുക. ഒരു എക്സ്പെരിമെൻ്റ് പറയാം. 2 ഗ്ലാസ് റോഡ് എടുക്കുക. ആ ഗ്ലാസ് റോഡ് രണ്ടും നമ്മൾ സിൽക്ക് വെച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് ആ ഗ്ലാസ് റോഡ് തമ്മിലൊന്ന് അടുത്തേക്ക് കൊണ്ടുവന്ന് നോക്കുക. അപ്പോൾ ഈ ഗ്ലാസ് റോഡും റബ്ബ് ചെയ്ത ഗ്ലാസ് റോഡും തമ്മിൽ അത് എന്ത് ചെയ്യുന്നു? അത് റിപ്പൽ ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സിൽക്കും, നമ്മൾ റബ്ബ് ചെയ്യാൻ ഉപയോഗിച്ച സിൽക്കും ഈ ഗ്ലാസ് റോഡും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ എന്താണ്? എന്തോ ഒരു പ്രോപ്പർട്ടി അതിനുണ്ടായിരിക്കുകയാണ്, അല്ലേ? അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായതെന്നാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യണത്. അപ്പോൾ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിപ്പോൾ ഒരു കാര്യം, സബ്സ്റ്റൻസ് എടുത്തു. ആ സബ്സ്റ്റൻസിൻ്റെ മാസ് എന്താണെന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ഇൻട്രൻസിക് പ്രോപ്പർട്ടിയാണ്. സം കൈൻഡ് ഓഫ് ഇൻട്രൻസിക് പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ ഓർ സബ്സ്റ്റൻസ് ഈസ് ദ ഇലക്ട്രിക് ചാർജ്, അല്ലേ? ആക്ച്വലി ദ ഇലക്ട്രിക് ചാർജ് ഇറ്റ് ഈസ് ആൻ ഇൻട്രൻസിക് പ്രോപ്പർട്ടി ഓർ ദ ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ. And which when placed in electromagnetic field, it experiences a force. It is the actual definition of electric charge. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ ഒരു ഇൻട്രൻസിക് പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു കൺസർവേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഈ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. ഇതൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിന് എന്ത് ഫീൽ ചെയ്യും? ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ്, അങ്ങനെ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ ഒരു എക്സ്പെരിമെൻറ്റിൽ ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പോൾ രണ്ട് ഒരേപോലത്തെ റബ്ബ് ചെയ്തിട്ടുള്ള ഗ്ലാസ് റോഡ് തമ്മിൽ എന്താ സംഭവിച്ചത്? റിപ്പൽഷൻ ആണ് ഉണ്ടായത്. ദാറ്റ് മീൻസ് അതിന് രണ്ടിനും ഒരേ ചാർജാണ് ഉണ്ടായത്, അല്ലേ? അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും മാഗ്നറ്റിക് ലേക്ക് നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക. എങ്ങനെയാണ്? നോർത്ത് പോളും തമ്മിൽ, അല്ലെങ്കിൽ സൗത്ത് പോളും തമ്മിൽ, അല്ലേ? സെയിം പോൾസ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? റിപ്പൽ ഈച്ചത്, അല്ലേ? അൺലൈക്ക് പോൾസ് ആർ അട്രാക്ട് ഈച്ചത്. അതേപോലെ തന്നെ സെയിം കൈൻഡ് ഓഫ് ചാർജസ് റിപ്പൽ ഈച്ചത് ആൻഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ചാർജസ് ആർ അട്രാക്ട് ഈച്ചത്. അങ്ങനെയാണ് വരുന്നത്, കേട്ടോ. അപ്പോൾ ഇതിന് രണ്ടിനും, അപ്പോൾ നമ്മൾ റബ്ബ് ചെയ്യുന്ന വഴിക്ക് ഈ രണ്ട് ഗ്ലാസ് റോഡിനും സെയിം കൈൻഡ് ഓഫ് ചാർജാണ് ഉണ്ടായത്. അപ്പോൾ ഈ റബ്ബ് ചെയ്യുന്ന വഴി എന്താണ് സംഭവിച്ചത്? റബ്ബ് ചെയ്യുന്ന വഴി ശരിക്കും പറഞ്ഞാൽ, ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഇതെങ്ങനെയാണ്? ഇത് നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇതെങ്ങനെ ഇരിക്കുന്നത്? ഇത് ന്യൂട്രലാണ്. എല്ലാ മെറ്റീരിയലും ആദ്യമേ ഇത് ന്യൂട്രലാണ്. അതായത് ന്യൂട്രൽ എന്ന് പറയുന്നത് എന്താ? മീനിങ് എന്താ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ന്യൂട്രൽ? ന്യൂട്രൽ മീൻസ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. അപ്പോൾ എന്താണ് ഇലക്ട്രോൺസ്, എന്താണ് പ്രോട്ടോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് 2 ടൈപ്സ് ഓഫ് ചാർജസ് ആണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ന്യൂട്രൽ ആയിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന വഴിക്ക് എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫേർഡ്. ഇവിടെ നമ്മൾക്കൊരു 10 ഇലക്ട്രോൺസ് ആണ് പോയെങ്കിൽ, 10 നെഗറ്റീവ് ചാർജസ് ആണ് പോയതെങ്കിൽ ഇവിടെ 10 പോസിറ്റീവ് ചാർജസ് ഇവിടെ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്ത് ഇങ്ങനെ ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന വഴിക്ക് അതിങ്ങനെ തെറിച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഇങ്ങനെ ചെറിയ ഹോൾസ് പോലെ ഉണ്ടാവും, അല്ലേ? ആ ഹോൾസിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്താൽ മതി? ആ പോസിറ്റീവ് ചാർജായിട്ട് കൺസിഡർ ചെയ്താൽ മതി, കേട്ടോ.
അപ്പൊ ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത് അപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി, ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഒരു ഇൻട്രൻസിക് പ്രോപ്പർട്ടിയാണ്, ഒരു മെറ്റീരിയലിന്റെ ഇൻട്രൻസിക് പ്രോപ്പർട്ടിയാണ്, ഒരു കൺസർവേറ്റീവ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായത് എന്താണ്, ലൈക്ക് ചാർജസ് ആർ റിപ്പൽ ഈച്ച് അതർ ആൻഡ് ലൈക്ക് ചാർജസ് ആർ അട്രാക്ട് ഈച്ച് അതർ എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ മനസ്സിലായത്. അപ്പൊ ഇവിടെ ഇപ്പൊ നെഗറ്റീവ്, ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ചാർജസ് പോവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായി അത് നെഗറ്റീവായി എന്ന് പറയണം അല്ലെ. അപ്പൊ പോകുന്നത്, അപ്പൊ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുക്കുന്നത് നെഗറ്റീവ് ചാർജസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്, ഇലക്ട്രോൺസ്. ആൻഡ് ദ പോസിറ്റീവ് ചാർജസ് ആർ കൺസിഡർഡ് ടു ബി എന്താണ്, പ്രോട്ടോൺസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇലക്ട്രോണും പ്രോട്ടോണും. അപ്പൊ there are two kinds of charges. One is negative charge, another is positive charge. Negative charge is known as electrons and positive charge is known as എന്താ പറയാ, protons. ഓക്കെ, മനസ്സിലായല്ലോ അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ഇലക്ട്രിക് ചാർജസ്, അപ്പൊ ഇവിടെ നമുക്ക് ഇലക്ട്രോണിന്റെ, നമുക്ക് നേരത്തെ എല്ലാത്തിന്റെയും കേസസിൽ നമുക്ക് യൂണിറ്റ്സ് അറിയാം. അപ്പൊ ചാർജിനും ഒരു യൂണിറ്റ് ഉണ്ട് അല്ലെ. ചാർജിന്റെ യൂണിറ്റ് എന്താ വിളിക്കുക, കുളൂംബ് എന്നാണ് പറയാ, കുളൂംബ്. അതിന് നമ്മൾ സി എന്നാണ് നമ്മൾ എഴുതുന്നത്, കുളൂംബ്. ഓക്കെ, അപ്പൊ ചാർജിന്, അപ്പൊ ഇവിടെ ഇലക്ട്രോണിന്റെ ചാർജ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 കുളൂംബാണ്. ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് എന്ന് എഴുതാം. മാഗ്നിറ്റ്യൂഡ് രണ്ടിന്റെ സെയിം ആണ്, 1.6 × 10⁻⁻19 കുളൂംബ്. ഇവിടെ പ്രോട്ടോൺ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ പോസിറ്റീവ് എന്ന് എഴുതുന്നു. മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ചാർജസിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇലക്ട്രിക് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ് ഇപ്പൊ പറഞ്ഞ ബിറ്റ്സ് ഓഫ് പേപ്പറിലോ. അപ്പൊ ഈ ബിറ്റ്സ് ഓഫ് പേപ്പറിൽ എങ്ങനെ ശരിക്കും പറഞ്ഞാൽ അട്രാക്ട് ചെയ്യണത്, അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇനി പറഞ്ഞു തരാം. എങ്ങനെയാണ് ഈ പേപ്പർ എന്ന് പറയുന്നതും ഒരു ന്യൂട്രൽ ആണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇതിന് നെഗറ്റീവ് വന്നപ്പോൾ അതിന് എങ്ങനെ അട്രാക്ട് ചെയ്തു എന്നൊക്കെയാണ് നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു പേപ്പറിന്റെ അടുത്തേക്ക് നമ്മൾ എന്തെങ്കിലും റബ്ബ് ചെയ്തിട്ടുള്ള ഒരു സ്കെയില് കൊണ്ടുവന്നു വിചാരിക്കും. ഇതാണ് നമ്മുടെ പേപ്പർ കേട്ടോ. അപ്പൊ ഇത് നമ്മൾ റബ്ബ് ചെയ്ത സ്കെയില്. അപ്പൊ ഇതിനെങ്ങനെയാണ് റബ്ബ് ചെയ്യുന്ന വഴിക്ക് അതിൻ്റെ ഉള്ളിലത്തെ നെഗറ്റീവ് ചാർജസ്, ഇലക്ട്രോൺസ് ഒക്കെ റിമൂവ് ചെയ്ത് പോകും. അങ്ങനെ പോകുമ്പോൾ ഇതൊക്കെ എന്തായി മാറും, പോസിറ്റീവായി പോകും അല്ലെ. അങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കെയിലിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ ഇതിവിടെ എന്താ സംഭവിക്കുക, ഈ ബിറ്റ്സ് ഓഫ് പേപ്പറിന്, ഈ ബിറ്റ്സ് ഓഫ് പേപ്പറിൽ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഈക്വൽ നമ്പറിലാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ പേപ്പറിന്റെ നെഗറ്റീവ് ചാർജസ് എല്ലാം ഈ സൈഡിലേക്ക് വരും, പോസിറ്റീവ് ചാർജസ് എല്ലാം അതിന്റെ താഴത്തേക്ക് പോകും. മനസ്സിലായോ? അപ്പൊ ഈ നെഗറ്റീവ് വരുന്നത് കൊണ്ട് ഇത് പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിനിങ്ങനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഇത് എന്തുകൊണ്ടെന്നുള്ളതാണ്. എങ്ങനെയാണ്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയും, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. അതായത് നമ്മളിപ്പോ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു മെറ്റൽ സ്ഫിയർ ഇവിടെ എടുക്കുവാണെങ്കിൽ, ഇതൊരു ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡ് ആണ്. നമ്മളിപ്പോ ഇവിടേക്ക് ഏതെങ്കിലും ഒരു മെറ്റീരിയല് അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ എന്തിങ്ങനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരികയാണ്, അതിനെ ടച്ച് ഒന്നും ചെയ്യിപ്പിക്കണില്ല കേട്ടോ, അതിനെ ടച്ച് ഒന്നും നമ്മൾ ചെയ്യിപ്പിക്കണില്ല. അപ്പൊ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, ഇതൊരു ന്യൂട്രൽ ആയിരുന്നു അല്ലെ, ഇത് ന്യൂട്രൽ ആയിരുന്നു. പക്ഷെ ഇത് ഇവിടെ പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുമ്പോൾ നെഗറ്റീവ് ചാർജസ് എല്ലാം എന്ത് സംഭവിക്കും, ഈ ഒരു സൈഡിലേക്ക് വരും. പോസിറ്റീവ് ചാർജസ് ഈസ് കളക്റ്റഡ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ സ്പിയർ. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് സൈഡിലേക്കും വരും, നെഗറ്റീവ് ചാർജസ് എല്ലാം ഇങ്ങോട്ട് അട്രാക്ട് ചെയ്ത് വരും. അപ്പൊ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് ചാർജിങ്ങിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്, ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇനി നമുക്ക് ഇതിനെ, ഈ സ്പിയറിനെ കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, പറയാൻ പറ്റുമോ? ഇത് നമ്മൾ മാറ്റി, ഇതിനെടുത്ത് മാറ്റി. അപ്പൊ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാം, നമ്മൾ ഇതിനെ ഇങ്ങനെ ഒരു എർത്തിങ് കൊടുക്കുക. അപ്പൊ എർത്തിങ് കൊടുക്കുമ്പോൾ, എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് എങ്ങനെയാണ്, ഒരു ന്യൂട്രൽ ആണ്. ശരിക്കും പറഞ്ഞാൽ എർത്ത് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്. പോസിറ്റീവ് ചാർജസിന്റെയും നെഗറ്റീവ് ചാർജസിന്റെയും ഒക്കെ ഒരു വലിയൊരു കളക്ഷനാണ് നമ്മളുടെ എർത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ, എർത്ത് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നുള്ള എർത്തിൽ നിന്നുള്ള നെഗറ്റീവ് ചാർജസ് ഇങ്ങോട്ട് വരും. ഇലക്ട്രോൺസ് ഫ്രം ദ സർഫസ് ഓഫ് ദി
ഗ്രൗണ്ട് എവിടെ നിന്നാണോ അതിൽ നിന്നും ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇതിനെ ന്യൂട്രലാക്കി വെക്കും. അപ്പോൾ പോസിറ്റീവ് ചാർജസ് കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇത് ഇങ്ങനെ വരും. പിന്നെ അതൊന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഇതെല്ലാം അങ്ങോട്ട് ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ ഇതിന് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് ചാർജസ് കിട്ടും. ഇനി നേരെ തിരിച്ച് ഇത് സ്പിയർ കംപ്ലീറ്റ് നമ്മൾ കൊണ്ടുവരുന്നത് നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. നെഗറ്റീവ്. അപ്പോൾ ഇവിടെ പ്ലസ് 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 പോസിറ്റീവ് ചാർജസ് അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ചാർജസ് ഈ സൈഡിലേക്ക് പോകും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിനെ എങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യും? റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മളിങ്ങനെ എർത്ത് ചെയ്യും. എർത്ത് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ചാർജസ് ഇത് ന്യൂട്രലാക്കാൻ വേണ്ടിയിട്ട് ഈ നെഗറ്റീവ് ചാർജസ് എല്ലാം ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, എർത്തിലേക്ക് ഫ്ലോ ചെയ്യും. അങ്ങനെ ഇതെല്ലാം അതും റിമൂവ് ചെയ്ത് പോകും. ഇവിടുന്ന് ഇങ്ങനെ പോയി എർത്തിലേക്ക് പോവും. നമ്മളിത് മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ പോസിറ്റീവ് ചാർജസ് എല്ലാം റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ഈ സ്പിയർ കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവായിട്ട് മാറും. അപ്പോൾ ഇങ്ങനെ ഉള്ള ചാർജിങ്ങിനെയാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് അപ്പോൾ ഇതിന് ബിറ്റ്സ് ഓഫ് പേപ്പർ എങ്ങനെ അട്രാക്ട് ചെയ്തതെന്ന് മനസ്സിലായോ? ഇത് ഒരു ടൈപ്പ് ഓഫ് ഇൻഡക്ഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ചാർജിങ് ബൈ ഇൻഡക്ഷൻ പ്രോസസ്സിലൂടെയാണ് ആ ബിറ്റ്സ് ഓഫ് പേപ്പർ ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് പോയത്. മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് സെക്ഷനാണ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം, ഇപ്പം തന്നെ വേണമെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ എടുക്കാം, ഒരു മെറ്റൽ സ്കെയിൽ എടുക്കാം. ആദ്യം പ്ലാസ്റ്റിക് സ്കെയിൽ വെച്ചിട്ട് ഡ്രൈ ഹെയർ റബ്ബ് ചെയ്യുക, ബിറ്റ്സ് ഓഫ് പേപ്പറിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ പോലെ അത് വളരെ രസത്തിൽ അത് പേപ്പർ അട്രാക്ട് ചെയ്യുന്നതായിട്ട് കാണാം. അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്? മെറ്റലിൻ്റെ സ്കെയിൽ. മെറ്റൽ സ്കെയിൽ എടുത്ത് സെയിം എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യാം. എന്നിട്ട് നോക്കുക ബിറ്റ്സ് ഓഫ് പേപ്പർ അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന്. അട്രാക്ട് ചെയ്യുന്നുണ്ടോ നോക്കിയാ നിങ്ങൾ? ഇല്ല. അത് എന്തുകൊണ്ടായിരിക്കാം? പ്ലാസ്റ്റിക്കും മെറ്റൽ സ്കെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒന്ന് ഇലക്ട്രോൺസിനെ കണ്ടക്ട് ചെയ്യുന്നതാണ് അല്ലെ, ചാർജസിനെ കണ്ടക്ട് ചെയ്യുന്നതാണ്. ഒരെണ്ണം ചാർജസിനെ കണ്ടക്ട് ചെയ്യാത്തതാണ്. അപ്പൊ ഏതാണ് കണ്ടക്ട് ചെയ്യാത്തത്? നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്തും അവിടെയും എന്തുണ്ടാവുന്നുണ്ട്? ഇതേപോലെ തന്നെ ഒരു ചാർജ് ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ടായ ചാർജസ് അത് പെട്ടെന്ന് തന്നെ ഈ എൻഡിൽ നിന്നും നെക്സ്റ്റ് എൻഡിലേക്ക് അത് ഫ്ലോ ചെയ്ത് പോകുന്നു. അതുകൊണ്ടാണ് നമുക്കതിനെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റാഞ്ഞത്. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സ് അലൗസ് ദ charges easy to flows through them, but insulator do not conduct the charges to flows through them. അപ്പോൾ അതിലൂടെ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കാത്തത്, ചാർജസിനെ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കാത്തത് ഇൻസുലേറ്ററും, കണ്ടക്ടർ എന്ന് പറയുന്നത് ചാർജിനെ ഫ്ലോ ചെയ്യിപ്പിക്കാൻ സമ്മതിക്കുന്നതാണ്. മനസ്സിലായെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി അടുത്തടുത്തുള്ള സെക്ഷനിൽ വരും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയൊന്ന് മനസ്സിലാക്കിയാൽ മതി, വാട്ട് ഈസ് കണ്ടക്ടർ ആൻഡ് വാട്ട് ഈസ് ഇൻസുലേറ്റർ എന്നുള്ളത്. ഇനി അടുത്തത് നമ്മൾ ചാർജസിന്റെ ലേക്കാണ് പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജ്. ഈ സെക്ഷനിൽ പറയാനുള്ളത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. അപ്പോൾ ബേസിക് പ്രോപ്പർട്ടിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ്, ചാർജ് ഈസ് കൺസേർവ്ഡ്, ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് അഡിക്റ്റിവിറ്റി, അഡീഷൻ ഓഫ് ചാർജസ് എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം ഒരു സിസ്റ്റം, ഇപ്പം ഞാനിവിടെ ഒരു കൺസിഡർ ചെയ്യാം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അതിൽ നമുക്ക് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. n നമ്പർ ഓഫ് ചാർജസ് Q1, Q2, Q3, Q4 അങ്ങനെ n നമ്പർ ഓഫ് Qn വരെയുള്ള ചാർജസ് ഉണ്ടെങ്കിൽ ദ ടോട്ടൽ ചാർജ് പ്രസന്റ് ഇൻ ദി സിസ്റ്റം എന്ന് പറയുന്നത് അത് Q ആണെങ്കിൽ Q is equal to Q1 plus Q2 plus അങ്ങനെ എക്സെട്ര Qn ആയിരിക്കും. അപ്പോൾ Q എന്ന് പറയുന്നത് ചാർജിന്റെ ഒരു റെപ്രസെന്റേഷൻ ലെറ്റർ ആണ്. അപ്പോൾ അതിനെല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ടോട്ടൽ ചാർജ് എന്താന്ന് എഴുതും. മനസ്സിലായല്ലോ? അപ്പോൾ പക്ഷേ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അതിന്റെ പോസിറ്റീവ് സൈനും നെഗറ്റീവ് സൈനും കൂടെ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഈ സിസ്റ്റത്തിൽ Q1 എന്ന് പറയുന്നത് +1 കൂളും ചാർജ്,
ആൻഡ് Q2 എന്ന് പറയുന്നത് +2 കുളൂം ചാർജ് ആൻഡ് Q3 ഇറ്റ് ഈസ് -3 കുളൂം ചാർജ് ആൻഡ് Q4 അങ്ങനെ 4 ചാർജസ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 ചാർജസിൽ -1 കുളൂമ്പാണെന്ന് വിചാരിക്കും. അപ്പോൾ ടോട്ടൽ ചാർജ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ല നമ്മൾ ആഡ് ചെയ്യേണ്ടത്, അതിൻ്റെ സൈനും കൂടെ നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നോക്കിയേ 2 1 3, അപ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ റിമൈനിങ് ഇറ്റ് ഈസ് -1 കുളൂം ചാർജ്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ ഇതാണ് അഡിക്റ്റിവിറ്റി ഓഫ് ചാർജസ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു സിസ്റ്റത്തിലത്തെ ടോട്ടൽ ചാർജ് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ ചാർജസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ടോട്ടൽ ചാർജ് കിട്ടും. എടാ അടുത്തത് ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജ് ഈസ് കൺസേർവ്ഡ് അത് ഞാൻ ഫസ്റ്റ് പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയുകയാണ്. ഞാൻ എന്താ ഫസ്റ്റ് പറഞ്ഞൊരു എക്സാമ്പിൾ, നമ്മൾ ഒരു സ്കെയില്, പ്ലാസ്റ്റിക് സ്കെയിൽ വെച്ചിട്ട് ഹെയറിലേക്ക് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഹെയർ ടു പ്ലാസ്റ്റിക് സ്കെയിലിലേക്ക് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ? അപ്പം നമുക്കറിയാം അത് ട്രാൻസ്ഫറിങ് ആണ് ഉണ്ടാവുന്നത്. ഇലക്ട്രോൺസ് അവിടെ ഇല്ലാതെ പോകണില്ല, അത് ട്രാൻസ്ഫറിങ് ആണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു സിസ്റ്റത്തിൽ എത്രമാത്രം, ഇപ്പം 10 ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്തെങ്കിൽ 10 പോസിറ്റീവ് ചാർജസ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അവിടെ ഉണ്ട്. അത് പോയി കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജസ് ആയിട്ട് അവിടെ നിൽക്കും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 10 പോസിറ്റീവ് ചാർജ് 10 നെഗറ്റീവ് ചാർജ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? അത് ആദ്യത്തെ പോലെ തന്നെ ന്യൂട്രൽ സ്റ്റേറ്റിൽ 0 തന്നെ വരും അല്ലേ? അതായത് ചാർജ് നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ഫ്രം വൺ പ്ലേസ് ടു ഓർ വൺ സിസ്റ്റം ടു അനദർ സിസ്റ്റം. അങ്ങനെ ട്രാൻസ്ഫറിങ്ങേ നടക്കുന്നുള്ളൂ. എപ്പോഴും നമ്മൾ ചാർജസിൻ്റെ നമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് എപ്പോഴും റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇത് പറയുന്നൊരു ഇതാണ് പ്രോപ്പർട്ടിയാണ് ചാർജ് ഈസ് കൺസേർവ്ഡ് എന്ന് പറയുന്നത്, സെക്കൻഡ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് ദ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതായത് ഇപ്പം നമ്മളിവിടെ നോക്കിയത് എന്താ, Q1 + Q2 Q അങ്ങനെ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു അല്ലേ? അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലത്തെ ചാർജ് Q ആണെന്ന് വിചാരിക്കുക. ആ Q = എങ്ങനെയായിരിക്കും? അത് നമ്മൾ നോക്കുകയാണെങ്കിൽ +or-Ne ആയിരിക്കും. നോക്കി ഇവിടെ നമുക്ക് ചാർജ് എന്താ കിട്ടിയത്? പ്ലസ്, അല്ലെങ്കിൽ ഇവിടെ നെഗറ്റീവാണ് കിട്ടിയത്. നമ്മളിവിടെ പോസിറ്റീവ് ഇട്ടെങ്കിൽ ഇവിടെ പോസിറ്റീവ് എന്ന് കിട്ടിയാണ് അല്ലേ? അപ്പോൾ +or-Ne എന്നായിരിക്കും അതിൻ്റെ ആ ചാർജ്, ആ സിസ്റ്റത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് = +or-Ne. N എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. E എന്ന് പറയുന്നത് അത് നമ്മൾ ഇലക്ട്രോണിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണ് E എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ നമുക്കത് പോസിറ്റീവ് Ne എന്ന് വരും. അവിടെ ഇലക്ട്രോൺസ് ആണ് കൂടിയെങ്കിൽ നെഗറ്റീവ് Ne എന്ന് വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇപ്പോൾ ഇറ്റ് ഈസ് ദ ടോട്ടൽ ചാർജ് പ്രസൻറ്റ് ഓൺ ദ സിസ്റ്റം. ഇറ്റ് ഈസ് ദ ഇൻറ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് യൂണിറ്റ് ഓഫ് ചാർജ് എന്ന് പറയും. ബേസിക് യൂണിറ്റ് ഓഫ് ചാർജിനെയാണ് നമ്മൾ E എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചാർജിൻ്റെ യൂണിറ്റ് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളൂംബ് എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. E എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരുന്നു, എത്രയാണ് ചാർജ് ഓഫ് ഇലക്ട്രോൺ? 1 ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയായിരുന്നു? = 1.6 × 10⁻⁹ കുളൂംബ് എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 കുളൂംബ് ഓഫ് ചാർജിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്? അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കിയേ. 1 കുളൂംബ് ഓഫ് ചാർജിൽ 1 കുളൂംബ്. അപ്പോൾ Qന് പകരം നമ്മൾ 1C ഇടുന്നു. N × 1.6 × 10⁻⁻⁹ എന്ന് എഴുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ N = എന്താ വരിക? 1/1.6 × 10⁻⁻⁹ എന്ന് വന്നു അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി ചെക്ക് ചെയ്യുമ്പോൾ ഇതൊന്ന് നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ 6.25 × 10⁻18 കണ്ടോ? 1 കുളൂംബ് ഓഫ് ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 6.25 × 10⁻18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോൾ ഈ 1 കുളൂംബ് എന്ന് പറയുന്നത് ഒരു നിസാരക്കാരനായ ഒരു ചാർജിന്റെ ഒരു ക്വാണ്ടിറ്റി അല്ല, ഒരു ചാർജിന്റെ യൂണിറ്റ് അല്ല. നമുക്ക് അതിനകത്ത് ഇത്രയും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്നൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതെങ്ങനെയാണ് ഇതിനകത്ത് ചാർജ് ഇത് ഇത്രയും വലുതാണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെയുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിൽ നിന്നും 10⁻9 ഇലക്ട്രോൺസ് ട്രാൻസ്ഫറിങ് നടക്കുന്നുണ്ട്. ഓരോ 1 സെക്കൻഡിലും 10⁻9 ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്.
എത്രയാണ്? ഇത് നമ്പർ ആണ്. 10⁹ ഇലക്ട്രോൺസ് ട്രാൻസ്ഫറിങ് ഇൻ എവറി 1 സെക്കൻഡ്. അപ്പൊ അങ്ങനെ ഓരോ സെക്കൻഡിലും ഇങ്ങനെ പോവുകയാണെങ്കിൽ എത്ര സെക്കൻഡ് കൊണ്ട് ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് 1 കുളൂംബ് ആവുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കി നോക്കി. ഇതിനകത്ത് നോക്കി, ഒരു കുളൂംബില് 6.25 × 10⁻18 നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അതിൽ 10⁹ ഇലക്ട്രോൺസ് ഓരോ സെക്കൻഡിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ എത്ര സെക്കൻഡ് കൊണ്ട് ഇത് പോകും? ഒന്ന് നോക്കി നോക്കിയേ. ദ ടൈം എന്ന് പറയുന്നത് എത്ര വരിക? 6.25 × 10⁻18 ഡിവൈഡഡ് ബൈ 10⁻9 എന്ന് പറയുന്നത് 6.25 × 10⁻9 സെക്കൻഡ് വേണം അല്ലേ? 6.25 × 10⁻9 സെക്കൻഡ് വേണം. ഇത് എന്ന് പറയുന്നത് എത്രയാണ്? ഇത് സെക്കൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ അവറിലേക്ക് ആക്കി അല്ലെങ്കിൽ ഇയറിലേക്ക് ആക്കുവാണെങ്കിൽ അത് എന്ത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി വരും? നമ്മൾ ഇതിനെ അവറിലേക്കും ഇയറിലേക്കും ഒക്കെ ആക്കാൻ വേണ്ടിയായി 24 × 365 × 60 × 60. ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് 60 മിനിറ്റ്, ഇത് സെക്കൻഡ്, ഇത് അവേഴ്സ്, ഇത് ഇയർ കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് അബൌട്ട് 200 ഇയേഴ്സ്. കണ്ടോ? 9 ഇലക്ട്രോൺസ് 1 സെക്കൻഡിൽ ഒരു സിസ്റ്റത്തിൽ നിന്നും നെക്സ്റ്റ് സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫറിങ് നടക്കുവാണെങ്കിൽ അവിടെ 1 കുളൂംബ് ഓഫ് ചാർജ് കിട്ടാൻ വേണ്ടിയിട്ട് 200 ഇയേഴ്സ് വേണം. അപ്പൊ ഈ 1 കുളൂംബ് ഓഫ് ചാർജ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ഉള്ള അല്ല അല്ലെ, അത് വളരെ ചെറിയൊരു യൂണിറ്റ് അല്ല, അതൊരു വലിയ യൂണിറ്റ് ആണ് കേട്ടോ. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഇപ്പൊ നമ്മളൊരു സിസ്റ്റം എടുത്തു. ആ സിസ്റ്റത്തിലെ N1 നമ്പർ ഓഫ് ഇലക്ട്രോൺസും N2 നമ്പർ ഓഫ് പ്രോട്ടോൺസും ഉണ്ട്. അപ്പൊ ഇലക്ട്രോൺസിന് നമ്മൾ നെഗറ്റീവ് എന്ന് കൊടുക്കുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദ ടോട്ടൽ ചാർജ് Q ഇസ് ഈക്വൽ ടു എന്താ വരിക? N2 പോസിറ്റീവ് ഉള്ളത് ഞാൻ ഫസ്റ്റ് എഴുതുന്നു, നെഗറ്റീവ് ഉള്ളത് സെക്കൻഡ് എഴുതുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ കോമൺ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? N2 - N1 × E എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് നമുക്ക് ടോട്ടൽ ചാർജ്. അപ്പൊ അത് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടിയുണ്ട്. അതെന്താണെന്ന് ഹൗ മച്ച് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഈസ് ദർ ഇൻ എ കപ്പ് ഓഫ് വാട്ടർ എന്നാണ്. അപ്പൊ നമ്മൾ അസ്യൂം ചെയ്യണം കപ്പ് ഓഫ് വാട്ടർ കണ്ടെയ്ൻ 250 ഗ്രാം. അപ്പൊ 250 ഗ്രാം എന്ന് പറയുന്നതാണ് നമ്മൾ കപ്പ് ഓഫ് വാട്ടർ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ എന്ന് പറയുന്നത് H2O ആണ് നമ്മൾ വാട്ടർ അല്ലേ. അപ്പൊ ഇതിനകത്ത് 2 ഹൈഡ്രജൻ 1 ഓക്സിജൻ. നമുക്കറിയാം ഒരു ഹൈഡ്രജനില് 1 ഇലക്ട്രോൺ ആൻഡ് 1 പ്രോട്ടോൺ ആണുള്ളത്. അപ്പൊ ഇവിടെ 2 ഹൈഡ്രജൻ ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം? 2 ഇലക്ട്രോൺ ആൻഡ് 2 പ്രോട്ടോൺ ആണുള്ളത് കേട്ടോ. ഇനി ഓക്സിജന്റെ കാര്യം. ഇനി ഓക്സിജനിലാണെങ്കിൽ നമുക്ക് 8 ഇലക്ട്രോണും 8 നമ്പർ ഓഫ് പ്രോട്ടോൺസും ആണുള്ളത്. അപ്പൊ ഇവിടെ നോക്കിയ ടോട്ടൽ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 10 അതുപോലെ തന്നെ അത് തന്നെയാണ് ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. അപ്പൊ രണ്ടിന്റെയും വാല്യൂ സെയിം ആണ്. 10 നമ്പർ ഓഫ് ഇലക്ട്രോൺസും 10 നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണുള്ളത്. ഈ വാട്ടർ എന്ന് പറയുന്നതിന്റെ മോളിക്യുലാർ മാസ് എന്താ? മോളിക്യുലാർ മാസ് ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു 18 ഗ്രാം. എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? 1 മോൾ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1 മോൾ കണ്ടെയ്ൻ 18 ഗ്രാം ഓഫ് വാട്ടർ അല്ലെ. 1 മോൾ എന്ന് പറയുന്നത് എത്രയാ? 6.023 × 10⁻23 നമ്പർ ഓഫ് മോളിക്യൂൾസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 18 ഗ്രാം ഓഫ് വാട്ടർ ആണ് അല്ലേ. അപ്പൊ 1 ഗ്രാം കണ്ടെയ്ൻ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും? 1 ഗ്രാം കണ്ടെയ്ൻ 6.023 × 10⁻23 ഡിവൈഡഡ് ബൈ 18 നമ്പർ ഓഫ് മോളിക്യൂൾസ് ആയിരിക്കും. നമ്മളുടെ 1 കപ്പ് ഓഫ് വാട്ടറിൽ എത്ര ഗ്രാം ഉണ്ട്? 250 ഗ്രാം ഉണ്ട്. അപ്പൊ ആ 250 ഗ്രാമിൽ എത്രയായിരിക്കും? 250 ഗ്രാം കണ്ടെയ്ൻ ഹൗ മച്ച് നമ്പർ ഓഫ് മോളിക്യൂൾസ്? ഇൻറ്റു 250 അല്ലേ. 6.023 ×
10⁻23 divided by 18 into 250 gram. And which is equal to എത്ര വരും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് how much positive and negative charge there in a cup of water എന്നാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. അപ്പൊ നമുക്ക് നേരത്തെ എന്താ കിട്ടിയത്? 250 ഗ്രാമില് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് കിട്ടിയത്. അതിന്റെ വാല്യൂ എത്രയായിരുന്നു? 6.023 into 10⁻23 divided by 18 into 250 എന്നായിരുന്നു. അപ്പൊ ഇത് നമുക്കറിയാം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസിന്റെ നമ്പർ എന്ന് പറയുന്നത് 10 തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡും എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് എത്ര നമ്പർ ആയിരുന്നു? 10. അപ്പൊ 10 ഇൻറ്റു ചാർജ് എത്രയായിരുന്നു? 1.6 ഇൻറ്റു 10⁻⁻19 കുളുമ്പ്. അപ്പൊ നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഈസി മെത്തേഡിലൊക്കെ സോൾവ് ചെയ്തോണം. 250 എന്നുള്ളത് ഇൻറ്റു 4 ഡിവൈഡ് ബൈ 4 ഒക്കെ വെച്ചുകൊണ്ട് ചെയ്തോണം. അങ്ങനെ ചെയ്ത് നമുക്ക് ആൻസർ കിട്ടുന്നത് 1.34 ഇൻറ്റു 10⁻7 കൂളൂംബ് ഓഫ് ചാർജ് എന്നാണ്. അപ്പൊ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ 2 പ്രോബ്ലം ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സെക്ഷനിലെ 2 പ്രോബ്ലം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക.